ഇന്ന് വലിയൊരു അപകടം പത്തനംതിട്ടയിൽ നടന്നിട്ടുണ്ട്. കോന്നി പയ്യനാമണ്ണിൽ ബുൾഡോസറിന് മുകളിൽ മണ്ണും പാറയും വീണ് അപകടത്തിൽപ്പെട്ടവരിൽ ഒരാളുടെ മൃതദേഹം അല്പസമയം മുൻപ് പുറത്തെടുത്തു. ബുൾഡോസറിന്റെ സഹായി മഹാദേവ് പ്രധാന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത്. വീണ്ടും ദൃശ്യങ്ങൾ കാണാം. പാറ അടർന്നു വീണുകൊണ്ടിരിക്കുകയാണ്. ഇത് അപകട സാധ്യത കണക്കിലെടുത്തിപ്പോൾ തെരച്ചിൽ താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ്. ശ്രീ കെ അഭിലാൽ നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അഭിലാൽ, ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. സ്വാഭാവികമായും വലിയ വെല്ലുവിളിയാണ് രക്ഷാപ്രവർത്തനത്തിന് ഈ പാറകൾ ഇങ്ങനെ വീണ്ടും അടർന്നു വീഴുന്നത്. അപ്പം എന്താണ് അവിടെയുള്ള അധികൃതരൊക്കെ പറയുന്നത്? കലക്ടർ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ടോ? ആര്യ, വലിയ അപകടമാണ് ഉണ്ടായത്. എന്നാൽ പോലും മഹാഭാഗ്യമെന്ന് വേണം പറയാൻ. കാരണം ആദ്യ മൃതശരീരം അവിടെ നിന്ന് മാറ്റി 40 മിനിറ്റ് പിന്നിട്ടപ്പോഴാണ് 2 ഘട്ടമായി അടർന്നിരുന്നതിൽ അവശേഷിച്ച 2 വലിയ പാറ കഷ്ണങ്ങൾ കൂടി താഴേക്ക് പതിച്ചത്. ഈ സമയത്ത് ആ ഭാഗത്ത് ആരും ഉണ്ടായിരുന്നില്ല എന്നുള്ളതിനാൽ തന്നെ വലിയൊരു അപകടം ഒഴിവായി. ഇത് കണക്കെടുത്ത് തന്നെയാണ് ദൗത്യം രാത്രിയിലേക്ക് നിർത്തിവെച്ചിരിക്കുന്നത്. ജില്ലാ കളക്ടർ എസ് പ്രേംകൃഷ്ണൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. സാർ, നേരിട്ട് കണ്ടപ്പോൾ ഈ അപകടം ഇനി ഒരു രക്ഷാപ്രവർത്തനമാണ് ഇനി അവശേഷിക്കുന്നത് വലിയ വെല്ലുവിളി നേരിടുന്നത്. ഞങ്ങൾ ഒരു ബോഡി റിക്കവർ ചെയ്യുകയും 2 പേരെ നമ്മൾ രക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. അഭിലാൽ, ഇപ്പം നിലവിലിപ്പം താൽക്കാലികമായി നിർത്തിവെച്ചതാണോ? അത് ഇനി സാധ്യതയുണ്ടോ? തെരച്ചിൽ പുനരാരംഭിക്കാൻ സാധ്യതയുണ്ടോ? ഇപ്പം അഭിലാൽ പറഞ്ഞതുപോലെ വലിയൊരു അപകടമാണ് ഉണ്ടായത്. പക്ഷേ ഇപ്പോൾ തെരച്ചിൽ, അതുമായി ബന്ധപ്പെട്ട രക്ഷാപ്രവർത്തനം താൽക്കാലികമായി വെക്കേണ്ട ഒരു സാഹചര്യമാണ്. പ്രേക്ഷകർക്ക് തന്നെ ആ ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. വലിയ അപകട സാധ്യതയാണ്. കാരണം രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ പോലും പാറകൾ ഇങ്ങനെ അടർന്ന് വീണുകൊണ്ടിരിക്കുകയാണ്. അത് രക്ഷാപ്രവർത്തകരുടെ മുകളിലേക്ക് വീഴുമോ എന്നുള്ള വലിയ ആശങ്കയുണ്ട്. അല്പസമയം മുൻപാണ് ഒരു മൃതദേഹം കണ്ടെത്തിയത്. അഭിലാൽ, ഈ രക്ഷാപ്രവർത്തനം വൈകി എന്നൊരു പരാതി തന്നെ നാട്ടുകാർക്കുണ്ട്. കാരണം പാറമടയ്ക്കുള്ളിലാണ് ഈ ഒരു അപകടം ഉണ്ടായത്. വിവരമൊക്കെ അറിഞ്ഞ് അവിടേക്ക് രക്ഷാപ്രവർത്തകരൊക്കെ എത്താൻ വൈകി എന്നൊരു പരാതിയുണ്ട്. ഇപ്പോൾ താൽക്കാലികമായി നിർത്തിവെക്കുക കൂടി ചെയ്യുമ്പോൾ ഇനി എന്താണ് അവരുടെ ഇനിയുള്ള ആക്ഷൻ പ്ലാൻ? എന്താണ് ആലോചിക്കുന്നത്? അവശേഷിക്കുന്ന പാറയുടെ ഭാഗങ്ങൾ ഏത് സമയവും നിലത്തേക്ക് വീഴാൻ തരത്തിലേക്ക് ഉള്ളതാണ് സ്ഥിതി. അത് തന്നെയാണ് ഈ ദൗത്യത്തിന്റെ വെല്ലുവിളിയായി മാറിയിട്ടുള്ളത്. ഈ അപകടത്തെ തുടർന്ന് ആദ്യം എത്തിയ ഫയർഫോഴ്സ് സംഘങ്ങൾ തന്നെ ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു. അത് ഏറെക്കുറെ ശരിയാണ് എന്ന് വരുന്ന തരത്തിലാണ് 7-5-നും 7-8-നുമായി 2 ഘട്ടങ്ങളിലായി അവശേഷിച്ച വലിയ പാറക്കഷ്ണങ്ങളിൽ 2 എണ്ണം കൂടി അടർന്നു വീണത്. വലിയ ഒരു ശബ്ദത്തോടു കൂടിയാണ് അവശേഷിച്ച ഭാഗങ്ങൾ താഴേക്ക് പതിച്ചത്. ഈ സമയം താഴെ ആരുമില്ലായിരുന്നു എന്നുള്ളത് ഏറെ ആശ്വാസകരമായിരുന്നു. അതേസമയം തന്നെ 6:20-നാണ് ആദ്യ മൃതശരീരത്തിന്റെ ഭാഗങ്ങൾ പുറത്തെടുത്തത്. ഇത് കഴിഞ്ഞ് ഏറെക്കുറെ 40 മിനിറ്റ് പിന്നിട്ട വേളയിലാണ് വലിയ ശബ്ദത്തോടു കൂടി 2 പാറക്കഷ്ണങ്ങൾ വീണത്. ഒരുപക്ഷെ അല്പം മുൻപ് സംഭവിക്കുമായിരുന്നുവെങ്കിൽ ദുരന്തത്തിന്റെ വ്യാപ്തി കൂടുകയും ഏറെ ആളുകൾക്ക് അപകടം വരുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്യുമായിരുന്നു. എന്തായാലും ഇത് കണക്കിലെടുത്തുകൊണ്ടാണ് രക്ഷാദൗത്യം തിരച്ചിൽ അടക്കം താൽക്കാലികമായി നിർത്തിവെച്ചിട്ടുള്ളത്. നാളെ പുലർച്ചയോടുകൂടി ദൗത്യം പുനരാരംഭിക്കും. അതിന് NDRF സംഘം തന്നെ നേതൃത്വം നൽകും. കുറെ പരാതികൾ ഈ പാറമടയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് അവിടെയുള്ള പ്രദേശവാസികൾ പറയുന്നുണ്ടല്ലോ അഭിലാൽ, ഇതിന് ലൈസൻസ് ഇല്ല എന്നതടക്കം. അപ്പോൾ ഇങ്ങനെ ഒരു പാറമട ഇവിടെ പ്രവർത്തിച്ചതുമായി ബന്ധപ്പെട്ട് പ്രദേശവാസികൾക്ക് പരാതി ഉണ്ടായിരുന്നു. അത് ബന്ധപ്പെട്ടവരെ അറിയിച്ചിരുന്നില്ലേ? അറിയിച്ചിട്ടും നടപടി എടുക്കാഞ്ഞതാണോ? നിലവിൽ നമുക്ക് ലഭ്യമാവുന്ന വിവരമനുസരിച്ച് പാറമടയുടെ ലൈസൻസുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയുടെ പ്രത്യേക അനുമതിയോടുകൂടിയാണ് ഇത് പ്രവർത്തിച്ചു വന്നത്. അതായത് അടുത്ത വർഷം 2026 ജനുവരി മാസം വരെയാണ് നിലവിൽ പ്രവർത്തനാനുമതിയുള്ളത്. അതേസമയം ക്രഷറിന്റെ പ്രവർത്തനാനുമതി ജൂൺ മാസത്തോടുകൂടി അവസാനിച്ച് ഗ്രാമപഞ്ചായത്ത് അംഗ അതുമായി ബന്ധപ്പെട്ട് വ്യക്തത. ശരി, സി കെ അഭിലാലാണ് വിവരങ്ങൾ നൽകിയത്. ചില സാങ്കേതിക തടസ്സങ്ങൾ കാരണം അഭിലാൽ പറയുന്നത് പൂർണ്ണമായും കേൾക്കാൻ കഴിയുന്നില്ല. എന്തായാലും ഇപ്പോൾ ഏറ്റവും പുതിയ അപ്ഡേറ്റ് ഇതാണ്. ഇന്നത്തെ തെരച്ചിൽ അവസാനിപ്പിച്ചിരിക്കുകയാണ്. കാരണം നിങ്ങൾക്ക് ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. വലിയ വലിയ പാറ കഷ്ണങ്ങളാണ് അടർന്നു വീണുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ രക്ഷാപ്രവർത്തനം അതിന് വലിയ വെല്ലുവിളിയാകുന്നുണ്ട്. അതുകൊണ്ട് താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ്.